ഒരു മരത്തിന്റെ ചില്ലയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. ഒരു വലിയ തായ്തടി, അതിൽ നിന്ന് നിരവധി കൊമ്പുകൾ, പിന്നീട് ശാഖകൾ, നിരവധി ചെറിയ ചില്ലകൾ, അങ്ങനെ പോകുന്ന ഒരു ഘടനയാണ് ഒരു മരത്തിനുള്ളത്. ഒരു കൊമ്പ് മാത്രമോ അല്ലെങ്കിൽ ഒരു ചില്ല മാത്രമോ പരിശോധിച്ചാൽ ആ മരത്തിന്റെ മൊത്തത്തിലുള്ള ഒരു രൂപഘടന തന്നെ ആ ചെറിയ ചില്ലയ്ക്കോ അല്ലെങ്കിൽ കൊമ്പിനോ തോന്നും. ശരിയല്ലേ? ആ ചെറിയ ചില്ലയും അത് നിൽക്കുന്ന ആ വലിയ കൊമ്പും ആ മരം മുഴുവനായും ഒരേ രൂപഘടന പിന്തുടരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് വെറും ഒരു തോന്നലോ അല്ലെങ്കിൽ ഒരു ആകസ്മികതയോ അല്ല. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും, അതായത് ശ്വാസകോശത്തിൽ, ഒഴുകുന്ന നദികളിൽ, ആകാശത്തിൽ കാണപ്പെടുന്ന മിന്നൽ പിണറുകളിൽ എല്ലാം പ്രകൃതി ഒരേ രൂപകൽപ്പന, അതിന്റെ ഒരു ആവർത്തനം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് ഫ്രാക്ടലുകൾ എന്നാണ്. വലുപ്പത്തിലല്ല, മറിച്ച് ആവർത്തനത്തിലാണ് അനന്തത ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഫ്രാക്ടലുകൾ നമ്മെ ഓർമ്മിപ്പിക്കും. എന്താണ് ഫ്രാക്ടലുകൾ? പ്രകൃതിയിൽ ഇതിന്റെ ഒരു ഭാഗധേയം എന്താ? എന്തിനാണ് പ്രകൃതി ഈ ഒരു രൂപഘടന പിന്തുടരുന്നത്? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഫ്രാക്ടൽ? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരേ മാതൃക വിവിധ വലുപ്പങ്ങളിൽ ആവർത്തിച്ചു വരുന്ന സങ്കീർണമായ രൂപഘടനയാണ് ഫ്രാക്ടൽ. ഒരു വലിയ രൂപത്തിന്റെ ചെറിയ ഭാഗം എടുത്തു നോക്കിയാലും അത് ആ വലിയ രൂപത്തിന് സമാനമായിരിക്കും. നമ്മൾ സാധാരണ പഠിക്കുന്ന വൃത്തമോ ചതുരമോ ഒക്കെ വലുതാക്കി നോക്കിയാൽ അവ ലളിതമാണ്. എന്നാൽ ഫ്രാക്ടലുകൾ എത്രത്തോളം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ സങ്കീർണമായി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ബെനോയിറ്റ് മാൻഡൽബ്രോട്ട് എന്ന ഗണിതശാസ്ത്രജ്ഞനാണ് 20-ാം നൂറ്റാണ്ടിൽ ഈ സങ്കല്പം ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഫ്രാക്ടലുകൾക്ക് ഏറ്റവും മികച്ച ഉദാഹരണമാണ് മരങ്ങൾ. തടിയിൽ നിന്ന് കൊമ്പുകളും കൊമ്പുകളിൽ നിന്ന് ചില്ലകളും അവയിൽ നിന്ന് ചെറിയ ശാഖകളും ഉണ്ടാകുന്നു. ഈ ആവർത്തനത്തിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. കുറഞ്ഞ ഊർജം മാത്രം ഉപയോഗിച്ച് വേരുകളിൽ നിന്ന് വെള്ളവും ധാതുക്കളും മുകളിലെത്തിക്കാനും എല്ലാ ഇലകളിലേക്കും സൂര്യപ്രകാശം എത്തിക്കാനും ഈ ഫ്രാക്ടൽ ഘടന മരങ്ങളെ സഹായിക്കുന്നു. ഇതേ നിയമം തന്നെയാണ് ഇലകളിലെ ഞരമ്പുകളിലും കടലിനടിയിലെ പവിഴപ്പുറ്റുകളിലും പ്രകൃതി നടപ്പാക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രകൃതി ഇത് ആവർത്തിക്കുന്നത്? ലഭ്യമായ സ്ഥലവും ഊർജവും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പ്രകൃതി കണ്ടെത്തിയ വഴിയാണ് ഫ്രാക്ടൽ. ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ലളിതമായ ഒരു നിയമം ആവർത്തിക്കപ്പെടുന്നതാണ് വളർച്ചയ്ക്ക് ഏറ്റവും എളുപ്പം. വലിപ്പ വ്യത്യാസമില്ലാതെ ഒരേപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ് ഫ്രാക്ടൽ ഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഉദാഹരണത്തിന് മരങ്ങളുടെ കാര്യമെടുക്കാം. ഊർജ്ജ സംരക്ഷണത്തിന് ഫ്രാക്ടലുകൾ മരങ്ങൾക്ക് നൽകുന്ന സഹായം എന്തെല്ലാമാണെന്ന് നോക്കാം. മരങ്ങളുടെ വളർച്ച ഒട്ടനവധി പരമതികൾക്ക് വിധേയമാണ്. ഗുരുത്വാകർഷണത്തെ മറികടന്ന് ജലം ഉയർത്തുക, ദൂരപ്രദേശങ്ങളിലേക്ക്, അതായത് വേരിൽ നിന്ന് ചില്ലയുടെ ഏറ്റവും മുകളിലേക്ക് പോഷകങ്ങൾ എത്തിക്കുക, കാറ്റിനെ പ്രതിരോധിക്കുക, ഇലകളിലേക്ക് സൂര്യപ്രകാശം എത്തിക്കുക, ഇതെല്ലാം ഏറ്റവും കുറഞ്ഞ ഊർജ്ജവും വിഭവശേഷിയും ഉപയോഗിച്ച് നിർവഹിക്കേണ്ടതുണ്ട്. ഫ്രാക്ടൽ ജിയോമെട്രി ഈ വെല്ലുവിളികൾക്കെല്ലാം ഒരേ സമയം പരിഹാരം നൽകുന്നു. ഒന്നാമതായി, ലളിതമായ വളർച്ചാ നിയമങ്ങളുടെ ആവർത്തനം. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പുതിയ ഘടനാപരമായ പ്ലാൻ തയ്യാറാക്കുന്നതിന് പകരം മരങ്ങൾ ഒരേ ശാഖാ നിയമം, ബ്രാഞ്ചിംഗ് റൂൾ, ചെറിയ തോതിൽ ആവർത്തിക്കുകയാണ് ചെയ്തത്. ഒരേ ജനിതക ജൈവ രാസ നിർദ്ദേശങ്ങൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കപ്പെടുന്നതിനാൽ പുതിയ വളർച്ചാ രീതികൾ വികസിപ്പിക്കുന്നതിനായി മരത്തിന് അധികം ഊർജ്ജം ചെലവാക്കേണ്ടി വരുന്നില്ല. രണ്ടാമതായി, കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള കാര്യക്ഷമമായ വിതരണം. ജലവും പോഷണങ്ങളും ഏറ്റവും ചുരുങ്ങിയ പാതയിലൂടെ വിതരണം ചെയ്യാൻ ഫ്രാക്ടൽ ശാഖകൾ സഹായിക്കുന്നു. പ്രധാന തടിയിൽ നിന്ന് നേരിട്ട് എല്ലാ ഇലകളിലേക്കും വെള്ളം എത്തിക്കുന്നതിന് പകരം പ്രവാഹം ക്രമേണ ചെറിയ ശാഖകളായി വിഭജിക്കപ്പെടുന്നു. ഇത് കോശങ്ങൾക്കുള്ളിലെ, മരത്തിലെ സെല്ലുകൾക്കുള്ളിലെ തടസ്സം, അതായത് റെസിസ്റ്റൻസ് കുറയ്ക്കുകയും വേരുകളിൽ നിന്ന് മുകളിലേക്ക് വെള്ളം എത്തിക്കാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കുകയും ചെയ്യും. ഭൗതിക ശാസ്ത്രത്തിലെ മിനിമം എനർജി ട്രാൻസ്പോർട്ട് തത്വത്തിന് സമാനമാണ് ഇത്. അതായത് ഘർഷണം മൂലം ഉണ്ടാകുന്ന ഊർജ്ജനഷ്ടം കുറയ്ക്കാൻ ഇത്തരത്തിലുള്ള ശാഖാ വിഭജനം സഹായിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിനായി, അതായത് ഫോട്ടോസിന്തസിസിനായി പരമാവധി ഉപരിതല വിസ്തീർണം ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. അമിതമായ തിക്കും തിരക്കും ഇല്ലാതെ തന്നെ പരമാവധി ഇലകളിലേക്ക് സൂര്യപ്രകാശം എത്തിക്കാൻ ഫ്രാക്ടൽ ഘടന മരങ്ങളെ സഹായിക്കും. ഓരോ തലത്തിലുള്ള ശാഖകളും ഇലകളെ കൃത്യമായ ഇടവേളകളിൽ ക്രമീകരിക്കുന്നതിനാൽ ഒരു ഇലയ്ക്ക് മറ്റൊരു ഇലയിൽ തണൽ വീഴ്ത്തുന്നത്, അതായത് സെൽഫ് ഷെയ്ഡിംഗ്, ഒഴിവാക്കപ്പെടുന്നു. ഇത് ഫോട്ടോസിന്തസിസ് ഏറ്റവും കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്നു. ഫിബനാച്ചി സീക്വൻസ് അല്ലെങ്കിൽ ഫിബനാച്ചി നമ്പർ എന്ന ജിയോമെട്രിയും എങ്ങനെയാണ് ഇതിനെ സഹായിക്കുന്നതെന്ന് ഒരു വീഡിയോ നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. ഫിബനാച്ചി നമ്പറിനെ കുറിച്ച് അല്ലെങ്കിൽ ഫിബനാച്ചി സീക്വൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച വീഡിയോയിൽ ഇത് വളരെ കൃത്യമായി വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. അമിതമായ ഭാരമില്ലാതെ തന്നെ മികച്ച കരുത്ത് മരങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ്. മരത്തിന്മേൽ ഉണ്ടാകുന്ന ഭൗതികമായ സമ്മർദ്ദങ്ങളെ, അതായത് മെക്കാനിക്കൽ സ്ട്രെസ്, തുല്യമായി വിതരണം ചെയ്യാൻ ഫ്രാക്ടൽ രീതിയിലുള്ള ഘടന സഹായിക്കും. കാറ്റിന്റെ ശക്തി ഒരു വലിയ ഭാഗത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നതിന് പകരം അനേകം ചെറിയ ശാഖകളിലേക്ക് വിഭജിക്കപ്പെടുന്നു. ഇതിലൂടെ കൂടുതൽ തടി, അതായത് വുഡ്, ഉൽപ്പാദിപ്പിക്കാതെ തന്നെ മരത്തിന് കരുത്തും വഴക്കവും ലഭിക്കും. വിഭവങ്ങൾ കുറച്ചു മാത്രം ഉപയോഗിച്ച് മരത്തിന് മികച്ച നിലനിൽപ്പ് ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. പരമ്പരാഗത ജിയോമെട്രിയിൽ നിന്ന് വ്യത്യസ്തമായി ഫ്രാക്ടലുകൾ നമ്മെ അനന്തത
എന്ന ആശയത്തിലേക്ക് നയിക്കുന്നു. ഒരു കടൽ തീരത്തിന്റെ നീളം അളക്കാൻ ശ്രമിച്ചാൽ നമ്മൾ എത്രത്തോളം സൂക്ഷ്മമായി അളക്കുന്നോ അത്രത്തോളം അതിന്റെ നീളം കൂടി വരുന്നതായി കാണാം. കാരണം ഓരോ ചെറിയ വളവിലും അതിലും ചെറിയ വളവുകൾ ആവർത്തിച്ചു വരുന്നു. ചുരുക്കത്തിൽ ഒരു നിശ്ചിത സ്ഥലത്തിനുള്ളിൽ അനന്തമായ സങ്കീർണത ഒളിപ്പിച്ചു വെക്കാൻ ഫ്രാക്ടലുകളിലൂടെ പ്രകൃതിക്ക് സാധിക്കുന്നു. പണ്ട് ശാസ്ത്രം ലോകത്തെ വൃത്തങ്ങളും വരകളും ഉപയോഗിച്ച് മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഫ്രാക്ടലുകൾ എന്ന സങ്കേതത്തിന്റെ വരവോടെ മേഘങ്ങളുടെ രൂപം, പർവ്വതനിരകൾ, തിരമാലകൾ എന്നിവയെ കൃത്യമായി അളക്കാൻ ശാസ്ത്രത്തിന് കഴിയുന്നു. ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ ഹൃദയമിടിപ്പിലെ വ്യതിയാനങ്ങൾ പഠിക്കാനും സിനിമകളിലും വീഡിയോ ഗെയിമുകളിലും യഥാർത്ഥമെന്ന് തോന്നിക്കുന്ന ദൃശ്യങ്ങൾ സൃഷ്ടിക്കാനും ഫ്രാക്ടൽ ഗണിതം ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതി എന്നത് ക്രമമല്ലാത്ത ഒന്നല്ല, മറിച്ച് ലളിതമായ നിയമങ്ങളിൽ കെട്ടിപ്പടുത്ത അതിസങ്കീർണമായ ഒരു വ്യവസ്ഥയാണെന്ന് നാം തിരിച്ചറിയുന്നു. ഫ്രാക്ടൽ ഘടനയുടെ അല്ലെങ്കിൽ ഫ്രാക്ടൽ ജോമെട്രിയുടെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പ്രകൃതിയിൽ കാണാൻ സാധിക്കും. നമ്മളുടെ ശരീരത്തിനുള്ളിലും ഫ്രാക്ടലുകളുടെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ശ്വാസകോശത്തിന്റെ വിസ്തീർണം ഒരു ടെന്നീസ് കോർട്ടിന് സമാനമാണ്. ശ്വാസകോശത്തിലെ വായുസഞ്ചാര പാതകൾ ദശലക്ഷക്കണക്കിന് ചെറിയ ശാഖകളായി പിരിയുന്നു. ഈ പ്രത്യേക ഘടന കാരണം നെഞ്ചിനുള്ളിലെ ചെറിയ സ്ഥലത്ത് ഒരു ടെന്നീസ് കോർട്ടിന്റെ അത്രയും വിസ്തൃതിയുള്ള ഉപരിതലം സൃഷ്ടിക്കാൻ ശ്വാസകോശത്തിന് കഴിയും. ഇത്രയും കാര്യക്ഷമമായി ഓക്സിജൻ ആഗിരണം ചെയ്യാൻ ഫ്രാക്ടൽ ഘടനയല്ലാതെ മറ്റൊരു വഴിയുമില്ല. സങ്കീർണമായ ജീവജാലങ്ങൾ ഭൂമിയിൽ നിലനിൽക്കുന്നതിന്റെ രഹസ്യം പോലും ഈ രൂപഘടനകളാണ്. ആകാശത്ത് നിന്ന് നോക്കിയാൽ നദികൾ മരത്തിന്റെ ചില്ലകൾ പോലെ കാണപ്പെടും. പ്രധാന നദിയിൽ നിന്ന് കൈവഴികളും അവയിൽ നിന്ന് തോടുകളും രൂപപ്പെടുന്നു. വെള്ളം എപ്പോഴും ഏറ്റവും എളുപ്പമുള്ള പാത തേടി ഒഴുകുന്നതിനാണ് ഇത്തരമൊരു ഘടന സ്വാഭാവികമായി ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതി സ്വയം രൂപപ്പെടുത്തിയെടുത്ത അതിശയിപ്പിക്കുന്ന ശൃംഖലയാണിവ. മിന്നൽ പിണറുകൾ ക്രമരഹിതമായിട്ടാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ മിന്നലും ഫ്രാക്ടൽ നിയമങ്ങളാണ് പിന്തുടരുന്നത്. വൈദ്യുതി ഏറ്റവും വേഗത്തിൽ ഭൂമിയിൽ എത്താൻ ശ്രമിക്കുമ്പോൾ അത് പല ശാഖകളായി പിരിയുന്നു. അതുകൊണ്ടാണ് മിന്നലിന് തലകീഴായ മരത്തിന്റെ രൂപം ലഭിക്കുന്നത്. ഊർജം പ്രതിബന്ധങ്ങളെ മറികടന്ന് പ്രവഹിക്കുന്ന എല്ലായിടത്തും ഇത്തരം ഫ്രാക്ടലുകൾ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. തിടുക്കം കാണിക്കാതെ വളരെ സൂക്ഷ്മതയോടുകൂടി അവധാനതയോടുകൂടി പ്രകൃതിയെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഒരു സത്യം തെളിയുന്നതായി കാണാം. അതായത് പ്രകൃതി കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നത് വെറും യാദൃശ്ചികതയിലല്ല, അതുപോലെ അതികഠിനമായ നിയമങ്ങളിൽ തളച്ചിടപ്പെട്ടിട്ടുമില്ല. മറിച്ച് ലളിതമായ ചില നിയമങ്ങൾ ആവർത്തിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ലളിതമായ ചില നിയമങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടാണ് പ്രകൃതി വികസിക്കുന്നത്. സങ്കീർണമായ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ അതിസങ്കീർണമായ രൂപങ്ങൾ സൃഷ്ടിക്കാൻ ഈ ആവർത്തനത്തിലൂടെ പ്രകൃതിക്ക് സാധിക്കുന്നു. മരങ്ങൾ പടർന്ന് പന്തലിക്കുന്ന ആ രൂപഘടന, നദികൾ ഒഴുകിപ്പരക്കുന്ന രൂപഘടന, ശ്വാസകോശത്തിന്റെ ആ രൂപഘടന, ഇവയൊന്നും തന്നെ അവിചാരിതമായി സംഭവിക്കുന്നതല്ല എന്ന് ഫ്രാക്ടലുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആകാശത്ത് മിന്നിമറയുന്ന മിന്നൽ പിണറുകൾ പോലും കൃത്യമായ ഒരു രൂപഘടനയുണ്ട്. ഇവയെല്ലാം പിന്തുടരുന്നതോ ഒരേ നിയമത്തിന്റെ യുക്തിയെയും. അതിസൂക്ഷ്മ കണങ്ങൾ മുതൽ ഗ്രഹങ്ങൾ വരെ വ്യാപിച്ചു കിടക്കുന്ന, വളരാനും അതിജീവിക്കാനും പ്രകൃതിയെ സഹായിക്കുന്ന ഒരു സവിശേഷ ജ്യാമിതീയ രൂപം അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ ഷേപ്പാണ് ഇത്. ഫ്രാക്ടലുകളെ തിരിച്ചറിയുമ്പോൾ അനന്തത എന്നത് അപ്രാപ്യമായതോ അല്ലെങ്കിൽ അതിവിദൂരമായ ദൂരത്തുള്ളതോ ഒരു സംഗതിയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് ചുറ്റുമുള്ള പരിമിതമായ രൂപങ്ങളിൽ തന്നെ ആ അനന്തത ഒളിഞ്ഞിരിപ്പുണ്ട്. ആവർത്തിച്ചും പരിണമിച്ചും മാറ്റമില്ലാതെ തുടരുന്ന പാറ്റേണുകളിലൂടെ ഈ ലോകത്തെ അത് നിശബ്ദമായി രൂപപ്പെടുത്തുന്നു. പ്രകൃതി എന്നാൽ നാം വെറുതെ നോക്കി നിൽക്കുന്ന ഒരു സംഗതിയല്ല, മറിച്ച് നാം ഓരോരുത്തരും ആ പ്രകൃതിയുടെ രൂപഘടനയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത തവണ നിങ്ങൾ ഒരു മരച്ചില്ല കാണുമ്പോൾ അല്ലെങ്കിൽ ശാഖോപശാഖകളായി വിശാലമായി പരന്നൊഴുകുന്ന നദീമുഖം കാണുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക, അവയെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ലളിതമാണെന്ന് തോന്നുന്നവയ്ക്ക് പിന്നിൽ ആഴത്തിലുള്ള ഒരു ആശയം നമുക്ക് കാണാം. ക്രമരഹിതമെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എല്ലാ തലങ്ങളിലും ആവർത്തിച്ചു വരുന്ന അതിമനോഹരമായ ചില നിയമങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. ഈ വീഡിയോയിലൂടെ പ്രകൃതിയെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതിയിൽ മാറ്റം വന്നു എന്ന് തോന്നുന്നുവെങ്കിൽ, പുതിയ അറിവ് ലഭിച്ചു എന്ന് തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്രകൃതിയിലെ ഇത്തരം അദൃശ്യമായ വിസ്മയങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി ഷെയർ ചെയ്യുക. അടുത്ത തവണ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ ചുറ്റിലുമുള്ളതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. കാരണം അനന്തത ഒളിഞ്ഞിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ കൺമുമ്പിൽ തന്നെ. മറ്റു വിഷയമായി അടുത്ത വീഡിയോ നമുക്ക് വേണ്ട.